ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും. പുതുച്ചേരിക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് കര തൊടുക എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര സംസ്ഥാനങ്ങൾ. പ്രദേശങ്ങൾക്ക് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. സുവി വിശ്വനാഥൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുവി, കനത്ത മഴ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പോൾ തമിഴ്നാട്ടിൽ? രാവിലെ മുതൽ തുടങ്ങിയതാണ് കനത്ത മഴ വലിയ തോതിലുള്ള ദുരിതമാണ് ചെന്നൈയിൽ ഉണ്ടാക്കുന്നത്. ചെന്നൈ മാത്രമല്ല, ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 8 ജില്ലകളിലും കനത്ത മഴയാണ് തുടരുന്നത്. കാഞ്ചീപുരം, വില്ലുപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കല്ലാക്കുറിച്ചി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കനത്ത മഴയാണ് തുടരുന്നത്. ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളം അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യം 20 വിമാനങ്ങളാണ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ചെന്നൈ വിമാനത്താവളം അടച്ചിടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ റെയിൽവേ ട്രാക്കിലേക്കും മറ്റും ചെന്നൈയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. താമ്പരം, താരമണി ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ശ്രീലങ്കയുടെ വടക്ക് ഭാഗത്ത് ഈ ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയും അത് തീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്തത്. തുടർന്ന് അത് ഇന്നലെ ഉച്ചയോടുകൂടി കനത്ത ചുഴലിക്കാറ്റായി മാറി. ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ ചെന്നൈ തീരത്തേക്ക് അടുക്കുന്നു എന്ന വിവരങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ 190 കിലോമീറ്റർ മണിക്കൂറിൽ 190 കിലോമീറ്റർ എന്ന വേഗതയിലായിരുന്നു പുറപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 110 കിലോമീറ്റർ വേഗതയിലേക്ക് മാറിയിട്ടുണ്ട്. ചെന്നൈക്ക് സമീപമുള്ള പുതുച്ചേരിയിലായിരിക്കും ഈ ഒരു ഈ ഒരു തീരം തൊടുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടത്തോടുകൂടി ഇത് തീരം തൊടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ചെന്നൈയുടെ തീരദേശ ജില്ലകളെല്ലാം തന്നെ അതീവ ജാഗ്രതയിലാണ്. 2000-ഓളം സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യമാണുള്ളത്. ഈ ചെന്നൈയിൽ എത്തിയതിനു ശേഷം ഇതിന്റെ ഈ ഒരു തീവ്രത, ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ഒരു തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്ക ആവശ്യമില്ല. ഈ വെള്ളക്കെട്ട് പോലെയുള്ള ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാലാവസ്ഥാ വകുപ്പ് തന്നെ പറയുന്നത് ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ഒരു ദിശ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലാണ് തൊടുക എന്ന് പറഞ്ഞാൽ പോലും ഈ ചെന്നൈയിലേക്ക് ഉൾപ്പെടെ ഇത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ചെന്നൈയിൽ തീരം തൊട്ടതിന് ശേഷം ഇത് ആന്ധ്ര തീരത്തേക്ക് നീങ്ങും. ഈ നെല്ലൂര്, തിരുപ്പതി ഉൾപ്പെടെയുള്ള ആന്ധ്രാപ്രദേശിന്റെ ജില്ലകളിൽ കനത്ത മഴയുണ്ട്. അവിടെയും ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചുഴലിക്കാറ്റ് പോകുന്ന 2-ാം തീയതി കേരളത്തിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അതീവ ജാഗ്രതയിൽ